ആമ്പലൂർ പള്ളിക്കുന്ന് റോഡ് നവീകരണം ആരംഭിക്കാനിരിക്കെ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തത് പ്രതിസന്ധിയാകുന്നു. നിർമ്മാണം പൂർത്തിയായ ശേഷം റോഡ് വെട്ടിപ്പൊളിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പതിവ് രീതി ഇവിടെ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. കെ രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3.5 കോടി രൂപ വകയിരുത്തിയാണ് ആമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ പള്ളിക്കുന്ന് വരെ റോഡ് നവീകരിക്കുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. റോഡ് നിർമ്മാണം ഉടൻ തുടങ്ങാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം. എന്നാൽ ഈ പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതും പഴയ പൈപ്പുകൾ മാറ്റുന്നതുമായ പ്രവർത്തികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളഗപ്പനഗർ ESI മുതൽ മണ്ണമ്പേട്ട വരെ പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചുവെങ്കിലും ബാക്കി ഭാഗത്തെ പണികൾ കരാറുകാർ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പലതവണ വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു. MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് PWD അധികൃതർ വ്യക്തമാക്കിയിരുന്നു. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ പലതവണ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുവെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ലഭിച്ചില്ല. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പൈപ്പിടൽ പൂർത്തിയാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് തടസ്സമെന്ന് പറയുന്നെങ്കിലും ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തികൾ പൂർത്തിയാക്കാൻ തടസ്സമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പൈപ്പിടൽ പ്രവർത്തികൾ പൂർത്തിയായ ഭാഗത്ത് റോഡ് നിർമ്മാണം ആരംഭിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകാനാണ് PWD അധികൃതരുടെ നീക്കം. നമ്മുടെ ആമ്പലൂർ തൊട്ട് പള്ളിക്കുന്ന് വരെ റോഡ് ടാർ ചെയ്യുന്നതിന് MLAയുടെ ഫണ്ടിൽ നിന്ന് 3.5 കോടി രൂപ വയ്ക്കുകയും ടെൻഡർ നടപടിയും പൂർത്തീകരിച്ച എല്ലാം പണിയൊക്കെ പൂർത്തീകരിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. ഈ ആമ്പലൂർ ജംഗ്ഷനിൽ കുടിവെള്ളമില്ല, അത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് MLA ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പോൾ പൈപ്പ് ഇടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ പൈപ്പ് ഇടുന്നത് നമുക്ക് വരാക്കര വരയിലിട്ടാൽ മാത്രമേ നമുക്ക് റോഡ് പൂർണ്ണമായും ടാറിങ് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഇട്ടിരിക്കുന്ന പൈപ്പ് മണ്ണമ്പട്ട വൈശാല വരെയാണ്. പൂർണ്ണമായും പൈപ്പ് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായും ടാറിങ് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ വൈദ്യശാല വരെ പൈപ്പ് ഇടുകയും ആ ഇട്ട ഭാഗത്ത് മാത്രമേ ടാർ ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കാമെന്ന് ഈ അല്പനിമിഷം പോലും മുമ്പ് വാട്ടർ അതോറിറ്റി ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇട്ട ഭാഗത്ത് ടാർ ചെയ്യാൻ അനുമതി നൽകാമെന്നാണ്. പിന്നീട് 4-5 വർഷത്തേക്ക് റോഡ് പൊളിക്കാൻ അനുവാദം ലഭിക്കുകയുമില്ല. ഫലത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്കിൽ നഷ്ടം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മാത്രമാകും. പൊതുമരാമത്ത് ജലവിഭവ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെ ആധുനിക രീതിയിൽ റോഡ് നവീകരിക്കുന്നതിന് ഫണ്ട് പാസ്സായിട്ടുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്കിൽ നടപടികൾ അനന്തമായി നീളുകയാണ്. മേഖലയിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ പൂർത്തിയായാൽ മാത്രമേ റോഡ് നവീകരണം സാധ്യമാകൂ. വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഏകോപനത്തിലൂടെ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.